എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഇതാ 3 ഐറ്റം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കടല, ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ തോരൻ പരിപ്പ്. ഈ 3 എണ്ണമാണ് ഇന്നത്തെ. ഇത് ഉച്ചയ്ക്കുള്ളത്, ഇത് രാവിലെ ഉള്ളത്, ഇത് ഒരു കടലക്കറി വെച്ച് വയ്ക്കാനുള്ള കടലക്കറി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് 3ഉം ഒരു സമയം വേവിക്കാനുള്ള എളുപ്പപ്പണിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം സമയക്കുറവ്, ഗ്യാസ് ലാഭം, അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പം ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് ശകലം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ മുളപ്പിച്ച പയറും വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതേ കണക്ക് കടല കുതിർത്തതും ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്, കാരണം ഈ കടല എനിക്ക് നാളത്തേക്കുള്ള കറി, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണക്ക് നല്ലൊരു മൂടിയുള്ള നല്ല ടൈറ്റായിട്ടിരിക്കുന്ന പാത്രം വെച്ച് ഇതേ മൂല അടയ്ക്കുക. ഇത് 2 എണ്ണം ഇത്. അപ്പോൾ കടല നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കടല അങ്ങ് കുക്കറിൽ തന്നെ ഇടണം. കണ്ടില്ലേ, ഇത് 3ഉം ഒന്നിച്ച് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. കണ്ടേ, ഇതേപോലെ ചെറിയ പാത്രമായിരിക്കണം എന്നേ ഉള്ളൂ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കണ്ടില്ലേ, എന്നിട്ട് കുക്കർ അടയ്ക്കുക. ഇപ്പോൾ നമുക്ക് 3ഉം ഒരു 5 വിസിൽ കടലയും വേവും. ആ 5 വിസിലിനകത്ത് ചെറുപയറും മുളപ്പിച്ചതും നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പും നമുക്ക് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങൾ വാങ്ങിച്ച് സാമ്പാർ പരിപ്പം കിട്ടാൻ മാത്രം മതിയല്ലോ. അപ്പോൾ ഇത് 3 വേവിക്കുന്ന എളുപ്പ പണിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം വേവിച്ചിട്ട് കേട്ടോ. ഇത് വിസിലിയൊക്കെ കണ്ട 3 ഒന്നിച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ അല്ല. സാമ്പാർ പരിപ്പും കടലയും ചെറുപയറും മുളപ്പിച്ചത് ഒന്നിച്ച് വെന്തുകൊണ്ടിരിക്കുക ഉണ്ടല്ലോ. എല്ലാം വെന്ത് ആവിയൊക്കെ പോയി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൊണ്ടുചെന്ന് തണുപ്പിക്കണം. തണുപ്പിച്ച് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 3ഉം വെന്തോന്ന് നോക്കാം. എളുപ്പമായില്ലേ. 5 വിസിലായപ്പം കടല വെന്ത്, ചെറുപയർ വെന്തു, നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പ് വെന്തു. അപ്പോൾ സാമ്പാറിൻ്റെ സാധനം ഇവിടെ വേവുന്നുണ്ട്. അപ്പോഴത്തേക്ക് സാമ്പാറും ആവും. എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. നമ്മളെ കടല വെന്തു. 5 വിസിൽ തുറക്കാം. നമ്മുടെ സാമ്പാർ പരിപ്പ് വെന്തു. കണ്ടില്ലേ, സാമ്പാർ പരിപ്പ് വെന്തു നല്ലവണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുപയർ ഇപ്പോൾ ഒരു കുക്കറിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിക്കുക, നികത്തി വെള്ളം ഒഴിക്കരുത്. അപ്പോൾ വെന്ത് നമുക്ക് നല്ല പരുവത്തിന് കിട്ടും. കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് സാമ്പാറും ഇത് കടലക്കറിയൊക്കെ വെച്ചാൽ മതി. സമയം പോലെ നമുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒരു കടലക്കറി വെക്കുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് അന്നത്തെ തോരനും സാമ്പാറും പരിപ്പ് കറി വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അന്നൊന്നും കടലക്കറി ഒന്നും വെക്കാൻ പറ്റുന്നില്ല, വേണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കുക്കറിനകത്തോ കലത്തിലോ ചോറ് വേവിക്കുമ്പോൾ വലിയ കലത്തിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ അടച്ച്, നല്ല മുറുക്കുള്ള പാത്രം ആവണമെന്നേ ഉള്ളൂ. നല്ല ടൈറ്റിലോട്ട് അടച്ചിട്ട് കുക്കറിനകത്ത് വേവുന്ന അരിയിൽ ആ ചൂടിൽ വെന്ത് കിടക്കും. അങ്ങനെയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കും, സമയം ലാഭിക്കും, എളുപ്പമാവും. എല്ലാം 3ഉം ഒന്നിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇത് കണക്ക് വീട്ടമ്മമാർക്കുള്ള എളുപ്പപ്പണിയാണ് ഞാൻ കാണിച്ചത്. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴത്തെ നമ്മുടെ സാമ്പാറൊക്കെ ഇപ്പോൾ ഒന്ന് വേവും. സാമ്പാർ വയ്ക്കുന്ന എല്ലാവർക്കും അറിയാലോ, അതൊന്നും കാണിക്കണ്ടല്ലോ. അപ്പോൾ അത് സാമ്പാർ വെന്ത് കഴിഞ്ഞാൽ പരിപ്പിട്ട് താളിച്ച് എടുത്താൽ മാത്രം മതിയല്ലോ. ഇത് ഉച്ചത്തേക്കുള്ള തോരനാണ്. വെള്ളമൊന്നും കാണത്തില്ല കേട്ടോ. നല്ലോണം വെന്ത് തന്നെ ഇരിക്കും. അതേ കണക്ക് തന്നെ കടലയ്ക്കകത്തും കറക്റ്റ് വെള്ളത്തിൽ വേവിക്കുന്നതുകൊണ്ട് കടലയും നല്ല വെന്തിരിക്കും. കണ്ടില്ലേ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.